ഇത് മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ ചെക്കുന്നുമല. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു വരദാനം. സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയ്ക്ക് പഴമക്കാർ ചെകുത്താൻ മലയെന്നും വിളിക്കും. എങ്ങനെ ചെകുത്താൻ മലയെന്ന് വിളിപ്പേര് വന്നു എന്ന് ചോദിച്ചാൽ അതിനുമുണ്ട് പഴങ്കഥ. പണ്ട് ഈ ഭാഗം കൊടും വനമായിരുന്നു. മലയിൽ ഉരുൾപൊട്ടൽ നിത്യസംഭവവും. ആളുകൾ ഇവിടേക്ക് എത്തി നോക്കാൻ പോലും പേടിച്ചിരുന്ന കാലം. നാട്ടുകാർക്ക് പിടികിട്ടാത്ത ദുരൂഹതയായി മല കിടന്നു നൂറ്റാണ്ടുകളോളം. ചെകുത്താൻ്റെ മലയെ നാട്ടുകാർക്ക് പേടിയായിരുന്നുവെങ്കിലും ഇഷ്ടപ്പെടുകയും അതിനോട് ഇഴുകി ജീവിക്കുകയും ചെയ്ത ഒരു കൂട്ടരുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ കുടിയേറിയ മുതുവർ വിഭാഗമാണിത്. ചെകുത്താൻ മലയെ പേടിച്ച നാട്ടുകാർക്ക് മുതുവരെയും പേടിയായിരുന്നു, അവർക്ക് നാട്ടുകാരെയും. മല കയറാൻ ഭയപ്പെട്ട ഒരു ജനതയ്ക്കൊപ്പം ഒരു വർഗം സുന്ദരമായി സന്തോഷമായി ജീവിച്ചു. കാട് അവർക്ക് ആശ്രയവും അഭയവുമായി. നാട്ടുകാരുടെ കണ്ണിൽ നിന്നും അവർ എന്നും ഓടിയൊളിച്ചു കാടുകളിലേക്ക്. ആരെയും ശല്യപ്പെടുത്താതെ മലയിൽ അവർ ജീവിച്ചു. കായ്കനികളും വേട്ടയാടലും മറ്റുമായി തനി പ്രാകൃതമായ രീതിയിൽ തന്നെ. ഇടയ്ക്കെപ്പോഴെങ്കിലും മല കയറിയെത്തിയ പരിഷ്കൃത മനുഷ്യരെ കണ്ട് അവർ മാളങ്ങളിലേക്ക് പരുങ്ങി. എത്ര ഒളിച്ചാലും ഒരു നാൾ കണ്ടുപിടിക്കുമെന്ന സത്യം ഇവിടെയും ആവർത്തിച്ചു. ചേക്കുന്ന് കയറി പരിഷ്കൃതർ എത്തി. ഓടിയൊളിക്കാൻ ശ്രമിച്ച മുതുവർക്ക് അഭയമാകുവാൻ പഴയ പോലെ കാടില്ലായിരുന്നു. അതൊക്കെ എപ്പോഴൊക്കെയോ വെട്ടിനീക്കിയിരുന്നു. കയറിപ്പതുങ്ങാൻ ഗുഹകളുമില്ലായിരുന്നു. അതൊക്കെ നികത്തപ്പെട്ടിരുന്നു എപ്പോഴൊക്കെയോ. അഭയമില്ലാതെ ആലംബമില്ലാതെ മുതുവർ എന്ന വർഗം ചരിത്രത്തിലേക്ക് പതുങ്ങി. ഇപ്പോഴും അത് തുടരുന്നു. അനധികൃത പാറഖനനവും കയ്യേറ്റവും കൊണ്ട് ചുരുങ്ങിയ ചേക്കുന്നിനൊപ്പം അവിടുത്തെ അന്തേവാസികളായ മുതുവരും ഇല്ലാതാവുകയാണ് എന്നേക്കുമായി. അധികൃതർ അവർക്കായി എന്തൊക്കെയോ പദ്ധതികൾ കൊണ്ടുവന്നു നടപ്പാക്കി. അതൊക്കെ രേഖകളിൽ മാത്രം അടിസ്ഥാന സൗകര്യ മെച്ചപ്പെടലായി ഒതുങ്ങി. മുതുവർ അപ്പോഴും അതിൽ നിന്നുമൊക്കെ ഏറെ അകലെയായിരുന്നു. ഒരു തടിക്കൊരു ഓർമ്മയില്ല. വൃദ്ധം ഭ്രാന്തായിട്ട് കിടന്നപ്പോൾ തടിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പം തീരെ മാന്തി ആണല്ലോ കാലത്ത് കുഴിക്കണത്. അപ്പം അങ്ങോട്ട് ഇത് നന്നാക്കേണ്ട ഒരായിട്ട് കൊണ്ടുപോയപ്പോൾ ഇങ്ങനെയായി. ആച്ചാത്തില് ഇതാ കജ്ജി മുറിഞ്ഞാനത് ആകെ ചത്ത്. അപ്പൊ അതും ഗതികേട് തന്നെ ഒരു മരുന്നും ഇല്ല, നോക്കണില്ല. കജ്ജി മുറിഞ്ഞാട് ഒഞ്ചും മാറ്റാം. മണ്ണെണ്ണയ്ക്ക് തീരല്ല, 5 ലിറ്ററുള്ള 500 ഉള്ളു. അതും കൊണ്ട് പോരണം ചൂളാട്ടീന് പോരണം. അതും കൊണ്ട് അപ്പൊ കുടിക്കാൻ തന്നെ ഒരു ഇച്ചിരി വെള്ളം ഞാൻ എവിടെ അങ്ങ് പോയിക്കൊണ്ടുപോയി ഇത് പോയിക്കൊണ്ടുപോയി ഒരു കുടം വെള്ളം ഒട്ടുണ്ടാവും. ആ പാത്രം കഴിക്കാനും കൂടില്ല. ഒരു
ഇങ്ങനെ ഒരു കുളിക്കാൻ വെള്ളം കിട്ടുന്നുണ്ട്. പോത്ത് പോലെ പറയാൻ കേട്ടു ഇഷ്ടമുള്ള ഇവിടെ ജീവിക്കുന്നത് 17 കുടുംബങ്ങളിലായി 63 പേർ. മിക്കവരും അരപ്പട്ടിണിയിലോ മുഴുപട്ടിണിയിലോ ആണ്. പക്ഷേ ഇവരുടെ തൊടികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവയൊക്കെയാണ്. ഇതൊക്കെ തിന്നാൽ വിശപ്പടങ്ങില്ലേ എന്ന് ചോദിച്ചാൽ അതെ എന്ന് മറുപടി പറയാം. അതല്ലാതെ ഇതിൽ നിന്നൊരു കനി പോലും ഇവർക്ക് ഉപയോഗിക്കാൻ അവകാശമില്ല. കാരണം ഇതൊക്കെ പാട്ടത്തിന് എടുത്തിരിക്കുകയാണ്. സർക്കാർ സംരക്ഷിത ഭൂമിയിൽ എന്തു പാട്ടം എന്ന് ചോദിക്കരുത്. കാരണം ഇത് ഇവിടുത്തെ സമ്പ്രദായമാണ്, വർഷങ്ങളായി തുടരുന്ന ജന്മിത്ത രീതി. പണിക്കൊന്നുമില്ല, എല്ലാ മാസവും വിളവെടുക്കാനെത്തുന്നവർ ചില ചില്ലറ തൊട്ടുകൾ ഇവർക്ക് സമ്മാനിക്കും. കൂടെ പുകയില മുറുക്കും. പിന്നെ അത്യാവശ്യം ലഹരിയുടെ വഴിമരുന്നുകളും. നട്ടുനനച്ച് കുറുക്കനും നരികൾക്കും കൊടുക്കാതെ വളർത്തിയ വിളകൾ മലയിറങ്ങി പോകുന്നത് കണ്ടാലും ഈ പാവങ്ങൾക്ക് പ്രതികരിക്കാനാവില്ല. എന്തെന്നാൽ ഇന്നലത്തെ അബദ്ധങ്ങൾ ഇന്നത്തെ ആചാരമായി മാറുകയാണല്ലോ. റേഷൻ കടകളിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ പോലും ഇവർക്ക് നേരാംവണ്ണം ലഭിക്കുന്നില്ല. മുതുവർ വിഭാഗത്തോടുള്ള അധികൃതരുടെ സമീപനമാണ് ഈ സ്മാരകം. 1991 പന്തളം സുധാകരൻ പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിയായിരിക്കെ രൂപവൽക്കരിച്ചതാണ് ഗിരിദ്രം സൊസൈറ്റി. അന്നത്തെ കളക്ടർ കുരുവിള ജോൺ അതിന് മേൽനോട്ടം വഹിച്ചു. തൊട്ടടുത്ത കോളനികളായ നറുക്ക്, കൈതക്ക് എന്നിവയെ മയിലാടി കോളനിയോട് ചേർത്താണ് സൊസൈറ്റി സ്ഥാപിച്ചത്. അവർ എല്ലാ മാസവും ഇവിടെ യോഗം ചേർന്ന് കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കാനായിരുന്നു നീക്കം. 6 വർഷങ്ങൾ അത് കുറേയൊക്കെ നടന്നു. പിന്നീടില്ല. ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ അവസ്ഥ ഇങ്ങനെ. മറ്റൊരു ഗുരുതരമായ പ്രശ്നം കൂടി ഇവിടം അഭിമുഖീകരിക്കുന്നു. ഇതിന്റെ ദൃഷ്ടാന്തമാണ് ഈ അംഗൻവാടി. ഈ അംഗൻവാടിയിൽ ഒരു കുഞ്ഞിക്കാൽ പതിഞ്ഞിട്ട് 2.5 വർഷം കഴിയുന്നു. പുതിയ തലമുറ ഉണ്ടാവുന്നില്ലെന്നതാണ് പ്രശ്നം. മയിലാടി കോളനിയിൽ ഇപ്പോൾ ഉള്ളത് 17 കുടുംബങ്ങളിൽ 63 പേർ. മുമ്പ് 100 കണക്കിന് അംഗങ്ങൾ ഉള്ളതാണ് ഇപ്പോൾ ചുരുങ്ങി ഇത്രയുമായത്. മുതുവരിലെ ചെറുപ്പക്കാർക്ക് വിവാഹത്തിൽ താല്പര്യം കുറയുന്നു. അവർ തങ്ങളുടേതായ മാളങ്ങളിലേക്ക് ഓടിയൊളിക്കുന്നു. ഇവിടെ അവസാനമായി പിറന്ന കുരുന്നുകൾ മലയ്ക്ക് പുറത്തുള്ളവരുടെ രക്തത്തിൽ നിന്നാണ്. അതും 2 അവിവാഹിതരായ യുവതികൾക്ക് പണിയെടുക്കാൻ പോയപ്പോൾ കിട്ടിയ സമ്പാദ്യം. അങ്ങനെ ചെക്കുന്ന് എന്ന 117 ഏക്കറിൽ പരന്നുകിടക്കുന്ന മല മരിക്കുകയാണ്. ഒപ്പം അവിടെ അധിവസിച്ച മുതുവർ എന്ന വംശവും.